ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഡെസ്ക് ക്ലീനിങ് ആണ് കേട്ടോ. ഡെസ്ക് ക്ലീനിങ് എന്ന് ഞാൻ താഴെ എഴുതിയത് അവർക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കുറച്ച് നേരത്തേക്ക് എന്നെ കാണില്ല. ഞാൻ വന്നു. എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്ന ഈ കുന്തം പോലത്തെ സാധനമാണ് നമ്മുടെ വൈറ്റ് ബോർഡില്ലേ, വൈറ്റ് ബോർഡാണ് കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു സുനാപ്രി ഇളകിപ്പോയി. അപ്പോൾ അതിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പോയി. ഈ വീഡിയോ അത്ര ക്ലിയർ നല്ല വീഡിയോ ഒന്നും അല്ല, ജസ്റ്റ് സ്റ്റാർട്ടിങ്ങില്ലേ, ക്ഷമിക്കി. ഇപ്പം ഞാനത് വെക്കാനുള്ള തത്രപ്പാടിലാണ് സുഹൃത്തുക്കളെ. അപ്പം ഞാൻ എന്താ കോട്ടൻ്റെയൊക്കെ ബാക്കിൽ വെക്കാമെന്നായിരുന്നു വിചാരിച്ചത്, പിന്നെ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അവസാനം ഞാനതിനെ വെച്ചിട്ടുണ്ട്. ആ അലമാരയുടെ കറ എന്നോട് ചോദിക്കരുത്, ഞാൻ പണ്ടാക്കിയതാണ്. പിന്നെ ഒരു ക്ലിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട്, ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി സൈഡിലോട്ട് അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ക്ലാസ്സൊക്കെ തുടങ്ങാൻ പോകണമല്ലോ, ഇതേപോലത്തെ സാധനങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ജസ്റ്റ്. പിന്നെ ഒരു പെൻ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോർണറിൽ അത്രേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഭയങ്കര മിനിമലായിട്ട് ആ ഒരു കോർണർ ഞാൻ സെറ്റ് ചെയ്തു. ഭയങ്കര എസ്തറ്റിക് ടേബിളൊന്നും അല്ല, ഒരു നോർമൽ ടേബിൾ ക്ലീനിങ്. ഇങ്ങനെ കാണിക്കുന്നത് ബുക്ക് വരുന്നതാണ്. ബുക്സ് ഇപ്പോൾ വരും എന്നാണ് ഞാൻ ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ബുക്കൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ക്യാമറയുടെ അടുത്ത് ടെക്സ്റ്റ് വെച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ബുക്ക് അവിടെ വെച്ചത് കാണാൻ പറ്റാത്തത് കേട്ടോ. അപ്പം ഞാനതെല്ലാം കാണിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ വെച്ചിരിക്കുന്ന, അപ്പോൾ എന്തെങ്കിലും ഇത് നിങ്ങൾ ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും കാണണ്ട, ചുമ്മാ നമ്മൾ വീഡിയോ ഇടണമല്ലോ. അപ്പോൾ വീഡിയോയുടെ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ എന്തായാലും ടേബിൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ എന്താ പറയുന്നത് ടേബിൾ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ അങ്ങനെ വിചാരിച്ചത്. ഞാൻ അങ്ങനെയാണ്. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ ആദ്യം ടേബിളിൽ അലങ്കോലം കണ്ടിട്ട് ചെയ്യാം എന്നായിരുന്നു. പിന്നെ അത് നടന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചത്. ഇപ്പോൾ ഞാൻ നോട്ട്സൊക്കെ അടുക്കി വെച്ചിരിക്കുകയാണ്. അല്ല, പൊതിഞ്ഞതൊക്കെ ടെക്സ്റ്റൊക്കെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നിങ്ങളിപ്പോൾ ഒരു മൊയലിൻ്റെ സൗണ്ട് കേട്ടില്ല, അതൊരു ഹെയർ ബാൻഡിൻ്റെ ആണ്. ഞാൻ ഒന്നുകൂടെ കേൾപ്പിച്ചു തരാം. ഇഷ്ടപ്പെട്ടോ കമൻറ്റിന്? അപ്പം ഒരു വീഡിയോ കൂടെ ഡെസ്കിൻ്റെ തന്നെ വരുന്നുണ്ട്. അപ്പം നമുക്ക് അതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നോട്ട്സ് എല്ലാം ഒന്ന് അടുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ക്യാമറയുടെ അടുത്തോട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ബട്ട് അത് ഞാൻ അവിടെ വെക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ച് തന്നേ ഉള്ളൂ കേട്ടോ, നോട്ട്സ് അവിടെ വെച്ചത്. അപ്പം അതങ്ങനെയാണ് അവിടെ ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ അവിടെ വെച്ചു. പിന്നെ നമുക്കിനി കുറച്ച് ബുക്സും കൂടെ നമുക്കിനി പൊതിയാനായിട്ടുണ്ട്. അപ്പോൾ ആ ബുക്കും കൂടെ നമുക്ക് എടുക്കാം. അത് ഞാൻ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അത് ഞാൻ ഡിവൈഡ് ചെയ്തു. അപ്പോൾ 3 ബുക്കും ഡിവൈഡ് ചെയ്ത് വെച്ചു. പൊതിഞ്ഞ് സ്റ്റിക്കർ ഒട്ടിച്ച് പേരെഴുതിയ ബുക്ക് ഡിവൈഡ് ചെയ്തു. പൊതിഞ്ഞ് സ്റ്റിക്കർ ഒട്ടിക്കാത്ത ബുക്കും സ്റ്റിക്കർ ഒട്ടിച്ച് പേരെഴുതാത്ത ബുക്കും ഒരുമിച്ച് മാറ്റി വെച്ചു. പൊതിയാത്ത ബുക്കുകൾ ഞാൻ വേറൊരു സെക്ഷനിൽ വെച്ചു. പിന്നെ അത് ഇപ്പം ഞാൻ നെയിം സ്ലിപ്പൊക്കെ എടുത്ത് ഡയറിയുടെ താഴോട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ എന്താ വെച്ചാൽ പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഇത് പെൻ സ്റ്റാൻഡിലേക്ക് ഞാൻ നമ്മുടെ ഈ ഞെക്കുമ്പോൾ കളർ മാറുന്ന പെന്നാണ്. അപ്പോൾ അത് കാണിക്കാനായിട്ട് പറ്റിയില്ല. ഞെക്കുമ്പോൾ കളർ മാറുന്ന പെന്നാട്ടോ അത്. കളർ നമുക്ക് മാറ്റി കളർ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പെന്ന്. പിന്നെ വൈറ്റ് ബോർഡിൻ്റെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് ബോർഡ് തൊട്ട് കാണിച്ചത് കേട്ടോ. പിന്നെ ഒരു സാധാ ബ്ലാക്കിങ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ചുകൂടെ പേനയും പെൻസിലൊക്കെ പോയി വാങ്ങിക്കണം. അപ്പോൾ ഇതുവരെയായിട്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ബുക്ക് ബൈൻഡ് ചെയ്യുന്നതുകൊണ്ടും അത് മാത്രം പോയി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ജാമ്പുവിൻ്റെ കാലത്ത് ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സും, ബട്ട് അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ പുറത്ത് ഞാൻ കലാവിരുതുകൾ കാണിച്ചിട്ടുള്ളൂ. അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇത്രയുള്ള വീഡിയോ ശരിക്കും. പിന്നെ ഉണ്ടല്ലോ, ഗിവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട കേട്ടോ. മിക്കവാറും 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേനും ഗിവ് അവേ കൊടുക്കണം. വേണ്ടല്ലേ, നമുക്കൊരു 200 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേനും ഫസ്റ്റ് ഗിവ് അവേ അങ്ങോട്ട് കൊടുക്കാം. അതോ വേണോ 100 ഇത് മതിയോ? ശരി, നമുക്ക് 100 മതി. 100 ആകുമ്പോഴത്തേനും നമുക്ക് ഫസ്റ്റ് ഗിവ് അവേ. ഓക്കെ, ബൈ.